പയ്യാമ്പലം ബീച്ചിൽ പോകാന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ പയ്യാമ്പലത്തേക്കുള്ള യാത്രയിലാണ് ഉള്ളത്. ഏതായാലും നേരം വൈകി. അപ്പൊ ആശി കുറേയായി പറയുന്നുണ്ട് കടപ്പുറത്തെല്ലാം പോകണമെന്ന്. ആശിക്ക് സന്തോഷമായിരുന്നുണ്ട്, നാണം വന്നിട്ടുണ്ട് ആശിക്ക്. അപ്പൊ നമ്മള് പയ്യാമ്പലം ബീച്ചിലേക്ക് യാത്ര തുടരുന്നു. ആശി എണ്ണയടിക്കാനുള്ള പൈസ ആയിരുന്നെല്ലാം പറഞ്ഞു. വിഷുവിന് കഴിഞ്ഞിട്ടെങ്കിൽ കിട്ടിയ കുറെ പൈസ ഉണ്ടല്ലോ. അപ്പൊ എണ്ണയടിക്കാൻ ഞാൻ പൈസ തരാമെന്നും പറഞ്ഞാൽ നമ്മളങ്ങനെ പിന്നെ പയ്യാമ്പലത്തേക്ക് പോന്ന്. അല്ല ആശി, എണ്ണ അടിക്കാൻ പൈസ അല്ലേ? നമ്മളിപ്പോ കടലിന്റെ സൈഡിലോട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് രാത്രി വരുന്നത് ആശിനെല്ലാം കൂട്ടിയിട്ട്. ഒരുപാട് തട്ടുകട ടൈപ്പുള്ള കച്ചവടം കൂടിയുണ്ട്. പൊട്ടിപ്പൂര വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കുണ്ട്. ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചിട്ട് കടലിറങ്ങുന്നവരാണ് അധികം അപകടത്തിൽപ്പെടുന്നത്. കടല് വല്ലാത്തൊരവസ്ഥയിലാന്നില്ലേ. തിരമാലെല്ലാം വല്ലാത്ത രീതിയിൽ അടിച്ചു കയറുമെന്ന്. അതുകൊണ്ട് തന്നെ ആരും കടലിൽ പോയി കളിക്കുന്നതെന്ന് അങ്ങനെ കാണുന്നില്ല. വാശിയെടുത്തല്ലോ കളിക്കുന്നുണ്ട്, ഓടിക്കളിക്കുന്നല്ലോ ഉണ്ട്. ആശിക്ക് പൊങ്ങ തന്നെ. ആശി അത് നോക്കി ഒട്ടകം വരുന്ന ഒട്ടക സവാരി ഉണ്ട് ഇവിടെ. രണ്ടൊട്ടകം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഒട്ടകത്തിന്റെ അകത്ത് ആളൊന്നുമില്ല. പരിപാടി മതിയാക്കിയിട്ട് പോകുന്നതാണെന്നാ തോന്നുന്നു ഇവര്. വെറുതെ ഇങ്ങനെ പാർക്കാണെന്ന് പറഞ്ഞിട്ട് പാർക്കിൻ്റെ അടുത്തേക്ക് വരെ പോയി. അപ്പോൾ പാർക്ക് രാത്രി എത്ര മണിക്കാ പൂട്ടിയാന്നറിയില്ല. ഇപ്പം പൂട്ടിയിട്ടാന്നുള്ളത്. പച്ചൂട്ടം കുറേ കൊല്ലായി പോലും പയ്യാമ്പലത്ത് വരാതെ. നല്ലൊരു സാധനമെല്ലാം വിൽക്കുന്നൊരു കടയുണ്ട്. ചായ, കടികൾ, ലൈമ്, അതായത് കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസും ചായ ഇതെല്ലാം വിൽക്കുന്നൊരു കടയുണ്ട്. കുറേ വലിയ വലിയ മഹാന്മാരും മഹാരഥന്മാരുമായ ആൾക്കാരുടെ ശവകുടീരാണ് ഇവിടെ കാണുന്നത്. ഇത് കെ നായനാരുടെ ശവകുടീരാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ശവകുടീരാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ശവകുടീരാണ്. അങ്ങോട്ടൊക്കെ ഇരുടായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണുള്ളത്.
മഹാനായ ശ്രീ സുകുമാർ അഴീക്കോടിൻ്റെ ശവകുടീരാണ് ഈ കാണുന്നത്. സുകുമാർ അഴീക്കോട് ആരാന്ന് ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ വിവരണം നൽകുന്നില്ല. അങ്ങോട്ട് ദൂരോട്ടെല്ലാം പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷേ പറ്റിയില്ല. ഭയങ്കര ഇരുടാണ്. ഒരു ദിവസം പകൽ വന്നിട്ട് മൊത്തം ഒന്ന് വീഡിയോ എടുക്കണം. പയ്യാമ്പലം ബീച്ചിൻ്റെ സൈഡിൽ തന്നെ എന്തെങ്കിലും വ്യായാമം ചെയ്യേണ്ട ഇതുപോലെയുള്ള എന്തെല്ലോ സാധനങ്ങളുണ്ട്. ആഷ്ലി ഇങ്ങനെ എന്തെല്ലോ അവിടെ പോയിട്ട് കളിക്കണം എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. പോയ സ്ഥിതിക്ക് ഞാനും എന്തെല്ലോ കാട്ടിക്കൂട്ടി. ഞാൻ അറിയാണ്ടാണ് വൈഷ്ണവി വീഡിയോ എടുത്തത്. പക്ഷേ എടുത്ത സ്ഥിതിക്ക് ഇത് ഇവിടെ ഇടാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര പുറപ്പെടാൻ വേണ്ടി പയ്യാമ്പലം ബീച്ചിൽ നിന്ന് ഇങ്ങനെ നടന്ന് പോക്കാന്ന് വണ്ടീൻ്റെ അടുത്തേക്ക്. ഇവിടെ കുറേ കച്ചവട പീടിയുണ്ട്. എന്തെല്ലോ കളിപ്പാട്ടെല്ലാം വെക്കുന്ന കടയാണ്. അതെന്തെല്ലോ തിന്നാനുള്ള ഐറ്റംസ് വെക്കുന്ന കടയുണ്ട്. രാത്രി കുട്ടികളെല്ലാം കൂട്ടിപ്പോയാൽ അവർക്ക് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ ശാന്തമായി ഇങ്ങനെ ഇരുന്ന് കുറേ സമയം വർത്താനം പറഞ്ഞാൽ മനസ്സെല്ലാം നല്ല ക്ലിയർ ആവും. ടെൻഷനെല്ലാം ഉണ്ടെങ്കിൽ നല്ല ഒഴിവായി കിട്ടും. രാത്രി അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിനടുത്തുള്ളവരാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. ഒരുപാട് ആൾക്കാർ ആ വണ്ടി തന്നെ ഒരുപാട് നിർത്തിയിട്ടിട്ട് കാണുന്നുണ്ടല്ലോ. നമ്മൾ അപ്പുറത്തെ സൈഡിലെല്ലാം ഒരുപാട് വണ്ടിയുണ്ട്. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വിചാരിച്ചാൽ കളിക്കേണ്ട ഒരുപാട് സംഗതികളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾ വന്നാൽ കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. ഒരുപാട് കളിക്കേണ്ട സാധനമെല്ലാം ഉണ്ട് ഇവിടെ. റൈഡെല്ലാം ഉണ്ട് ഒരുപാട്. രാത്രി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഒരുപാട് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയും പിന്നെ സന്തോഷിക്കാൻ വേണ്ടിയല്ലോ ഒരുപാട് ആൾക്കാർ രാത്രി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ്, അങ്ങനെ നമ്മൾ എവിടെയല്ലോ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് എത്തി. വണ്ടി സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രം പോയതാണ്. നമുക്ക് സാഹചര്യം കൊണ്ട് എവിടെയല്ലോ പോകാൻ പറ്റി. ഇവിടെ എത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.